വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിദ്ധൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? നെത്തോലി മീൻ കൊണ്ടൊരു പീര. ഓക്കെ, ഇന്ന് നമ്മൾ നെത്തോലി മീൻ കൊണ്ടൊരു പീരയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെത്തോലി മീൻ കൊണ്ടൊരു പീര വറ്റിക്കുന്നതാണ്. അതിന് ചേർക്കേണ്ട വിഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ്: പീര വറ്റിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന സാധനങ്ങൾ: തേങ്ങ ചുരണ്ടിയത്, മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക് പൊടി. ഇത് കുടംപുളിയാണ് നമ്മൾ ഇടുന്നത്. പുളി വാളംപുളിയല്ല, കുടംപുളി. പിന്നെ ഉള്ളി ചതച്ച് ഇതിന് അരപ്പിൽ ചേർക്കാനായിട്ട്. പിന്നെ പച്ചമുളകാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചുവന്ന മുളക് ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളക് കൊണ്ടാണ് പീര വറ്റി. പീരയ്ക്ക് വേണ്ടി നെത്തോലി നമ്മൾ കഴുകി മുള്ളൂരി വൃത്തിയാക്കി വെച്ചേക്കാണ് ഇവിടെ. ഇനി നമുക്കിതെല്ലാം ചതച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയരുത്, ചെറുതായിട്ട് ഒന്ന് അരഞ്ഞാൽ മതി. നമ്മൾ അരച്ചെടുത്തു തേങ്ങ. ഇനി നമുക്ക് ഇഞ്ചി ചതച്ച് ചേർക്കാം. അരച്ച് ചേർക്കാം. ഈ ഉള്ളിയുടെ നമുക്ക് ഈ അരപ്പിലോട്ട് അരച്ച് ചേർക്കാം. ഉള്ളി അരച്ചത് നീക്കുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ചതച്ച് ചേർക്കാം. നാടൻ കരിവേപ്പിലയാണ്, നല്ല മണം. ഇവിടെ എൻ്റെ വളപ്പിലുണ്ടായി നിൽക്കുന്ന കറിവേപ്പിലയാണ്. നല്ല മണം വേണ്ടി ഇപ്പം കൂടുതൽ ചേർക്കുന്നുണ്ട്, മണത്തിന് വേണ്ടിയാണ്. മണവും ഗുണവും എല്ലാം തന്നെ. ഇനി നമ്മൾ ഈ അരപ്പ് ഒന്നാക്കിയെടുക്കും. ഈ പേസ്റ്റ് എന്തോന്ന് ചെയ്യണം? വെള്ളം നമുക്ക് അരപ്പിലോട്ട് തന്നെ ഒഴിക്കാം. നമുക്ക് പാകം ചെയ്യാം. കടുക് വറുക്കാൻ വേണ്ടി അല്പം എണ്ണ ഒഴിക്കാം. അത്രയും മതി. ഓ, എണ്ണയൊക്കെ ചൂടായി. ഇനി നമുക്ക് അരപ്പിടാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഫ്ലേവർ അനുസരിച്ചിട്ടാ പോലെ. ഉപ്പ് പാകത്തിന് എത്രത്തോളം മീനുണ്ടോ അത്രത്തോളം ഉപ്പിടാം. പച്ചവെള്ളം ഇട്ട് കൊടുക്കാം. പച്ചവെള്ളം ഇട്ട് ഇപ്പം ഉലുവാപ്പൊടിയൂടെ ഇട്ട് കൊടുക്കാം. ഈ പുളിയും കുടംപുളിയും ഇതിൻ്റെ വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കാം. ഒറ്റൊരു വേവാനായിട്ട്. അരപ്പ് തിളയ്ക്കുന്നുണ്ട്. ഇതിലോട്ട് വൃത്തിയാക്കി വെച്ചേക്കുന്ന നെത്തോലി മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇനി ഇത് വേവുന്നതിന് വേണ്ടി നമുക്കത് അടച്ചു വയ്ക്കാം. ഇവിടെ നെത്തോലി പീര തയ്യാറായി. അടിപൊളി.
ഇനി മോൾ ഇച്ചിരി ഒന്ന് സ്വാദം നോക്ക്. ചൂടില്ല. അടിപൊളി പുളിയും നല്ല എരിവും ഒക്കെ ഇടും. പച്ചമുളകിന്റെ എരി മണം എല്ലാം ഉണ്ടല്ലോ. പുളിക്കൊക്കെ നല്ല അടിപൊളി നല്ല അടിപൊളി ടേസ്റ്റ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുന്ന എന്റെ ചാനലിന് ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ബോക്സിൽ കമന്റ്സ് ഇടണം. എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയാലേ ഇനിയുള്ള വീഡിയോസിൽ എല്ലാം അടിപൊളിയായിട്ട് ശരിയാക്കാനൊക്കെ പറ്റൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ബൈ.